ഇനി നമുക്ക് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ട് കുറച്ച് ചിക്കൻ വെച്ചാലോ? ബാ. സോ ഫസ്റ്റ് തന്നെ ചിക്കനൊക്കെ നല്ലോണം വെള്ളത്തിൽ കഴുകി മാക്സിമം കൊഴുപ്പും വേസ്റ്റൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്ത് നേരെ ഒരു കുക്കറിലോട്ട് ഫുള്ള് വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ട് മസാലയൊക്കെ ചേർക്കാനായിട്ട് മാറ്റി വെച്ച്. ഈ ജിമ്മിലൊക്കെ പോണവർക്കും പ്രോട്ടീൻ കൂടി ഡെയിലി അച്ചീവ് ചെയ്യണമെന്നുള്ളവർക്കുള്ള ഒരു ആശങ്കയായിരിക്കും എന്നും ഈ മടുക്കാണ്ട് ചിക്കൻ എങ്ങനെ കഴിക്കും എന്നുള്ളത്. സോ അവർക്കായിട്ട് ഈസിയും നല്ല ടേസ്റ്റിയും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ചിക്കൻ റെസിപ്പിയാണിത്. അങ്ങനെ മസാല എല്ലാം ഇട്ട് പുരട്ടി ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച്. അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ബീൻസ്, തക്കാളി, ഉള്ളി, മുളക് ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചു. ഒരു ഫാക്റ്റ് പറയട്ടെ, ഈ ചിക്കനിലുള്ള വൈറ്റമിൻ B12, സിങ്ക്, സെലേനിയം ഒക്കെ നമ്മുടെ ബോഡിയിൽ വളരെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവലും കുറയ്ക്കാൻ വേണ്ടി ചിക്കൻ എന്നും കഴിക്കുന്നത് നല്ല ഹെൽപ്പ് ചെയ്യും. അടുത്ത മെയിനായിട്ടുള്ള സ്റ്റെപ്പ്, ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുക്കറിലിട്ട് 3 വിസിൽ കൊടുത്ത് കുക്കാക്കിയതിന് ശേഷം എടുത്തു മാറ്റി ഈ എല്ലൊക്കെ കളഞ്ഞ് സ്ക്രാമ്പിൾ ആക്കി വെച്ചു. അതിനുശേഷം സ്റ്റൗവിലൊരു പാൻ വെച്ച് അത് ചൂടായതിനു ശേഷം കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കുറച്ച് കടുകും ഇട്ട് ആ എണ്ണയിൽ കിടന്ന് കടുക് പൊട്ടിയതിന് ശേഷം നേരത്തെ നമ്മൾ വെട്ടി മാറ്റി വെച്ചിരുന്ന ബീൻസും മുളകും മാത്രം എടുത്ത് കുറച്ച് നേരത്തേക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് ഇടണം. ഈ റോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ബീൻസും മുളകും കുറച്ച് നേരം ഇളക്കി ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ വെട്ടി മാറ്റി വെച്ചിരുന്ന ഈ തക്കാളിയും ഉള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും ഇട്ട് കുറച്ച് നേരം ഇളക്കി അതും നല്ല ബ്രൗണിഷ് അടിക്കുമ്പോഴത്തേക്കും അല്പം ഉപ്പൂടെ ഇട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പനേരം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ട് ഈ റോസ്റ്റ് ചെയ്തിരുന്ന വെജീസിലോട്ട് ഇടുക. വെന്ത ചിക്കൻ ഉടയാതെ പയ്യെ ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറേ നേരം ഇളക്കി ചിക്കൻ ചെറിയൊരു ബ്രൗൺ കളർ അടിക്കുമ്പോഴത്തേക്കും ചൂട് പെട്ടെന്ന് മാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളായിട്ടുള്ള ബ്രെഡ് ആയാലും ചപ്പാത്തി ആയാലും ചോറിൻ്റെ ആയാലും എൻജോയ് ചെയ്ത് കഴിക്കുക. ഓക്കെ.